കെമിസ്ട്രി ഓഫ് ഫാമിലി അല്ലെങ്കിൽ കെമിസ്ട്രി അമംഗ് ദി ഫാമിലി മെമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം ഒറ്റ വാക്കിൽ. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത്, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന പരസ്പര സ്നേഹങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നിരീക്ഷണ പാഠമുള്ള ആളുകളാണ്. അപ്പോൾ ആ കുട്ടികൾ എന്ത് കാണുന്നുവോ അതാണ് അവരുടെ മാനസിക നില രൂപപ്പെടുന്നത്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണോ അവരെ സ്വാധീനിച്ചത്, എന്താണോ അവർ മനസ്സിലേക്ക് കയറിയത്, ആ കാര്യമാണ്. അപ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുന്നവരാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്നും അരാജകത്വ ചിന്തയും അതല്ലെങ്കിൽ എന്താ പറയുക, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുക, ഒരു സ്വയം തന്നെ ഒരു വിലയും മതിക്കാത്ത രൂപത്തിലാണ്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന രൂപത്തിലാണ് കുട്ടികളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ഭാര്യയും ഭർത്താവും മക്കളുടെ മുന്നിൽ വെച്ച് കലഹങ്ങൾ പാടില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇണക്കങ്ങൾ അവിടെ മക്കൾ കാണുന്നത്. ആധുനിക സൈക്കോളജിയിൽ ചെറിയൊരു എഡിറ്റ് വന്നുള്ളത്, എത്ര നമ്മൾ പരിശ്രമിച്ചാലും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഭാര്യ ഭർത്താവും ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ഇണക്കവും സ്നേഹവും ഒക്കെ മക്കൾ കാണട്ടെ എന്നുള്ളതാണ്. കാണുന്നില്ലല്ലോ, കാണാൻ മടിയാണ്. അതിപ്പോ അവരെ ഒന്ന് ഹഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്, ആ സ്നേഹം പങ്കുവെക്കുന്നത്, ഇതൊക്കെ സ്വകാര്യമായിട്ട് ആരും കാണാത്ത രൂപത്തിലും കലഹിക്കുന്നത് പബ്ലിക്, അതിന് ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ പറയാം അത് അങ്ങനെ ചെയ്യാൻ പറ്റൂല, കലഹിക്കാൻ പറ്റുമോ? ഓക്കെ, അതിന്റെ ഹലാലും ഹറാമും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ഇരിക്കുന്നത് അത് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ആള് കലഹിക്കുന്നതിൽ ഫത്ത് പറയട്ടെ. അതെല്ലാവരും കാണും, നാട്ടിലുള്ള എല്ലാവരും അറിയുന്നു, വീട്ടിലുള്ളവരും അറിയുന്നുണ്ട്, പുറമുള്ളവരും അറിയുന്നുണ്ട്. കാരണം അവിടെ കോലാഹലം തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ, സ്നേഹിക്കുന്നതാണ് കാണേണ്ടത്. വല്ലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാവും, ഇല്ലാത്ത ഒരു വീടുമില്ല. പക്ഷേ പിണക്കത്തേക്കാൾ കൂടുതൽ ഇണക്കങ്ങൾ ഉണ്ടാവാനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, ബോധപൂർവമായ പരിശ്രമങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒന്നിച്ചിരുന്നാൽ മതി. ഉപ്പക്ക് പറയാനുള്ള ഉപ്പ പറയട്ടെ, ഉമ്മക്ക് പറയാനുള്ള ഉമ്മ പറയട്ടെ, മക്കൾക്ക് പറയാനുള്ള മക്കളും പറയട്ടെ, എല്ലാവരും പറയട്ടെ, എന്നിട്ട് ഒരാൾ കേൾക്കട്ടെ. ജഡ്ജ്മെന്റിൽ ആവാതിരിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ എന്താ പറയാൻ പാടില്ല, എനിക്കറിയാം, കടിയിരി. ഇതാണ് നമ്മളൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ നമ്മൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചില ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ചില വീടുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അവർ ഭർത്താക്കന്മാർക്ക് ഒരു നിലയും വിലയും കൊടുക്കില്ല. അത് വലിയ പ്രശ്നമാണ്. ചില വീടുകളിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. ചിലയിടത്ത് പ്രവാസികളുടെ ഭാര്യമാർ അതിന് നിർബന്ധിതരാവുന്നുണ്ട്. കാരണം വർഷങ്ങളോളം ഗൾഫിൽ ഭർത്താവ് ജീവിച്ചു, ജോലി ചെയ്തു. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിക്കപ്പെടാൻ ഭാര്യ നിർബന്ധിതയായി. അങ്ങനെ 25-30 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പിന്നെ തിരിച്ച് ഏൽപ്പിക്കാൻ ആ ഭാര്യ തയ്യാറാവില്ല. കാരണം അവൾ അതിൻ്റെ സർവ്വസ്വതന്ത്രയായിട്ട് അത് ശീലിച്ചു പോയി. ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം അല്ലേ. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാവുന്നത്. അഥവാ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി, ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭാര്യ നിർവഹിക്കുക, ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭർത്താവ് നിർവഹിക്കുക, മക്കളെ ഏൽപ്പിക്കേണ്ട ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മക്കളെ ഏൽപ്പിക്കുക. അങ്ങനെ കുടുംബം എന്നത് എല്ലാവരും കൂടേണ്ടതാണ്. എല്ലാവരുടെയും തുല്യമായ പങ്കാളിത്തം ഉണ്ടെങ്കിലേ നല്ലൊരു കുടുംബമാവും എന്നുള്ളൊരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാക്കിയാൽ മക്കൾ നമ്മുടേതാവും, അവർക്ക് ഇഷ്ടപ്പെട്ട രക്ഷിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അങ്ങനെ തീർക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കണം.